Alhamdulillahi Rabbil Alameen. Allahumma salli ala Sayyidina Muhammadin wa ala ali Muhammadin wa barik wa sallim. Rabbi yassir wa la tu'assir wa tammim bil khair. Rabbi zidni ilma. Rabbi shrah li sadri wa yassir li amri wahlul 'uqdatam min lisani yafqahu qawli. Rabbi zidni ilma. Rabbi zidni ilma. Rabbi zidni ilma. Assalamu alaikum girls. നമ്മൾ ഖുറാൻ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. എൻ്റെ ഒരു ജേണി ഞാൻ അതിന് മുമ്പ് പറയുകയാണ്. ആൽഫബറ്റ്സ് എന്ന് 3 വർഷം മുമ്പ് ഞാൻ തുടങ്ങിയതാണ്. അത് ആൽഫബറ്റ്സ് അറബിക് ലാംഗ്വേജ് പഠിച്ചിട്ടേ ഞാൻ ഖുറാനിലേക്ക് കടക്കുള്ളൂ എന്ന് ഞാൻ അന്ന് തീരുമാനിച്ചാണ്. ബിക്കോസ് ലൈഫ് ലോങ് നമ്മൾ അറബിക് ലാംഗ്വേജ് അറിയാതെ നമ്മൾ ഖുറാൻ്റെ ട്രാൻസ്ലേഷൻ, ഖുറാനിൽ എന്താണ് പഠിച്ചോന്ന് പറഞ്ഞിരിക്കുന്നതെന്ന് മനസ്സിലാക്കാൻ നമ്മൾ ശ്രമിക്കുകയാണെങ്കിൽ നല്ലതാണ്, ഡെഫിനറ്റ്ലി നല്ലതാണ്. പക്ഷേ നമ്മൾ ലൈഫ് ലോങ് ജീവിതകാലം മുഴുവൻ നമുക്ക് വേറെ ആൾ ഡിപ്പെൻഡ് ചെയ്യാണ്ടോ അല്ലെങ്കിൽ വേറെ ബുക്ക് ഡിപ്പെൻഡ് ചെയ്യാണ്ടോ നമുക്ക് ഖുറാൻ്റെ ട്രാൻസ്ലേഷൻ ഒരിക്കലും മനസ്സിലാക്കാൻ പറ്റില്ല ഈ ലാംഗ്വേജ് അറിഞ്ഞില്ലെങ്കിൽ. അപ്പോൾ അത് ഞാൻ അന്നേ റിയലൈസ് ചെയ്തു. അതുകൊണ്ട് ഞാൻ വിചാരിച്ചു, എനിക്ക് ഭയങ്കര കൊതിയായിരുന്നു ഖുറാനിൽ എന്താണ് പഠിച്ചവൻ പറഞ്ഞിരിക്കുന്നത് എന്ന് അറിയാനായിട്ട്. എനിക്ക് ഭയങ്കര കൊതിയായിരുന്നു. പക്ഷേ എനിക്ക് ക്ഷമയെന്ന് പറയുന്ന സാധനം തീരെ ഇല്ലാത്ത ആളുമാണ്. എന്നിട്ട് ഞാൻ വിചാരിച്ചു, നമ്മൾ അറബിക് ലാംഗ്വേജിൽ ഒരു ഗ്രിപ്പ് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ പഠിച്ചാൻ ഖുറാൻ്റെ ഭാഷയല്ല, അത് പഠിക്കുന്നത് തന്നെ ഇതൊരു ബ്ലെസ്സിങ് ആണ്. അപ്പോൾ അറബിക് ലാംഗ്വേജിൻ്റെ ഒരു ഗ്രിപ്പ് കിട്ടിക്കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി പിന്നീടുള്ള എൻ്റെ ഈവൻ ദോ അപ്പോൾ അതിന് ഇച്ചിരി ഖുറാൻ പഠിക്കാൻ ഡിലേ വന്നാലും പിന്നീടുള്ള ഒരു ജേണി വളരെ എളുപ്പമായിരിക്കും എന്ന് എനിക്ക് തോന്നിയതുകൊണ്ട് ഞാൻ അറബിക് ലാംഗ്വേജിൽ കോൺസെൻട്രേറ്റ് ചെയ്തു. അൽഹംദുലില്ലാ, ദാറ്റ് വാസ് എ ബെസ്റ്റ് ഡിസിഷൻ ഐ ഹാവ് മെയ്ഡ്. അതുകൊണ്ട് ഞാൻ അറബിക് ലാംഗ്വേജ് പഠിക്കാൻ ശ്രമിച്ചു. അത് അറബിക് ലാംഗ്വേജ് നമ്മൾ പഠിക്കുമ്പോൾ ഒരു സോഴ്സിൽ നിന്ന് തന്നെ പഠിക്കരുത്. ഞാനിങ്ങനെ വെപ്രാളവും പരവേശവും പിടിച്ചിട്ടാണ് ഞാൻ അറബിക് ഭാഷ പഠിക്കാൻ വേണ്ടി ഓടി നടന്നത് ദുബായ് മുഴുവൻ. അൽഹംദുലില്ലാ, എൻ്റെ വെപ്രാളവും പരവേശവും കണ്ടിട്ടാന്ന് തോന്നുന്നു പഠിച്ചോൻ എനിക്ക് എല്ലാ സൈഡിൽ നിന്നും വഴികളിങ്ങനെ ഓപ്പൺ ചെയ്ത് തരുമായിരുന്നു. അപ്പം ഞാൻ ഓടി നടന്ന പല കോഴ്സുകൾ അറ്റ് ദ സെയിം ടൈം ഞാൻ അറബിക് ലാംഗ്വേജിനെ കുറിച്ച് പഠിച്ച്. എന്നാലും അറബിക് ലാംഗ്വേജ് ഇസ് നോട്ട് വെരി ഈസി ടു ലേൺ. പക്ഷേ അത് കൺസിസ്റ്റൻ്റ് ആയിട്ട് നമ്മൾ അതിൽ ആ ഗ്രിപ്പ് വിടാണ്ട് പഠിച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ ഭയങ്കര ബ്യൂട്ടിഫുള്ളാണ് അറബിക് ലാംഗ്വേജ് എന്ന് പറഞ്ഞാൽ. കിടില സാധനമാണ്, കിട്ടിലാണ്. പഠിച്ചൻ്റെ ലാംഗ്വേജ് അല്ലേ, പിന്നെ അതിൽ ഞാൻ അഭിപ്രായമൊന്നും എൻ്റെ അഭിപ്രായത്തിലൊരു വിലയില്ല. അപ്പോൾ ആ ഒരു ജേണിയിൽ തുടങ്ങിയതാണ്. അപ്പോൾ അറബിക് ലാംഗ്വേജ് കുറേയൊക്കെ ഇപ്പോൾ മനസ്സിലാക്കി തുടങ്ങി. അപ്പോൾ ഇപ്പോൾ പണ്ട് ഞാൻ എങ്ങനെയാണ് അറബി വായിച്ചിരുന്നത്, ഖുറാനൊക്കെ എന്ത് കാണിച്ചാണ് ഓതിയിരുന്നത്, എന്താണ് ഫ്രഞ്ചോ വേറെ എന്താണ് ലാറ്റിനൊക്കെ വായിക്കുന്ന പോലെ ആയിരുന്നു ഞാനന്ന് വായിച്ചിരുന്നതെന്ന് ഇപ്പോഴും എനിക്കത് വിശ്വസിക്കാൻ പറ്റുന്നില്ല. ഇപ്പോൾ എനിക്ക് കുറച്ചൊക്കെ വായിക്കുമ്പോൾ അൽഹംദുലില്ലാ ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. ഫുള്ളി ഒന്നും മനസ്സിലാക്കാൻ പറ്റില്ല, വൊക്കാബുലറി ഈസ് എ പ്രോബ്ലം. പക്ഷേ അൽഹംദുലില്ലാ ഒരുപാട് ഡിഫറൻസ് ഉണ്ട് ഖുറാൻ വായിക്കുമ്പോൾ, പോസിറ്റീവായിട്ടുള്ള ഒരുപാട് ഡിഫറൻസ് ഉണ്ട്. അപ്പോൾ ഞാനപ്പോൾ ഇനിയിപ്പോൾ സീരിയസ് ആയിട്ട് ഞാൻ ഖുറാൻ പഠിച്ച് തുടങ്ങി. അപ്പോൾ പഠിച്ച് തുടങ്ങിയപ്പോൾ എനിക്ക് എൻ്റെ പ്രശ്നം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഭയങ്കര എക്സൈറ്റിംഗ് ആയിട്ടുള്ള ഖുറാനിലെ ഓരോ കാര്യങ്ങൾ കേൾക്കുമ്പോൾ ഞാനിങ്ങനെ വാ വിളിച്ച് നിൽക്കുകയാണേ. അപ്പോൾ എൻ്റെ പ്രശ്നം എന്ന് വെച്ചാൽ എനിക്കിത് കേട്ട് കഴിഞ്ഞാൽ സാധനം എക്സൈറ്റിംഗ് ആണെങ്കിൽ എനിക്ക് ബാക്കിയുള്ളവർക്ക് പറഞ്ഞു കൊടുക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോഴാണ് അൽഹംദുലില്ലാ പഠിച്ചോ നിങ്ങളെൻ്റെ കൂടെ ഉണ്ടല്ലോ. പിന്നെ അത് കൂടാതെ തന്നെ പഠിച്ചോ നമ്മളോട് പറഞ്ഞിരിക്കുന്നത് എന്താണ്, നമ്മളുടെ ദീൻ സ്പ്രെഡ് ചെയ്യാൻ നമുക്കൊരു ഹ്യൂജ് റെസ്പോൺസിബിലിറ്റി ഉണ്ട്, നിങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ട്. അപ്പം നിങ്ങളും അത് ശ്രമിക്കണം എന്നാണ് ഞാൻ പറയുന്നത്. അപ്പോൾ ആ ഒരു റെസ്പോൺസിബിലിറ്റി എനിക്ക് ചെയ്യണം എന്തായാലും. വെച്ചാൽ ഒരുപാട് വർഷം ഞാൻ പഠിച്ചോ ചെയ്യരുതെന്ന് പറഞ്ഞ കാര്യങ്ങൾ ചെയ്ത് ജീവിച്ചിരുന്ന ആളാണ്. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഇനി പഠിത്തം ചെയ്യണം എന്ന് പറയുന്ന കാര്യങ്ങളെല്ലാം പരമാവധി ചെയ്യാൻ ശ്രമിക്കണം എന്നുള്ളൊരു ആഗ്രഹമാണ് എനിക്കുള്ളത്. ഞാൻ ഇനി അത് തന്നെയാണ് ഇൻഷാ അല്ലാഹ് എൻ്റെ ലൈഫിൽ ഞാൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. ഇൻഷാ അല്ലാഹ്. അപ്പോൾ ഇതൊരു വലിയ റെസ്പോൺസിബിലിറ്റി പഠിച്ചവൻ ഓരോ മുസ്ലിമിനും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഐ തോട്ട് പഠിച്ചവൻ നമുക്ക് തന്നിരിക്കുന്ന ഓരോ കഴിവ് എന്തിനാണ്, അത് പഠിച്ചവൻ അവിടെ ചെന്നുമ്പോൾ ചോദിക്കും, നിനക്ക് ഞാൻ ഈ ഒരു കഴിവ് തന്നു, നീ ആ കഴിവ് ഉപയോഗിച്ചോ, ദീനിന് വേണ്ടി ഉപയോഗിച്ചോ, എന്തിനാണ് ഉപയോഗിച്ചതെന്ന് ചോദിക്കുമ്പോൾ എനിക്ക് നിവർന്ന് ചിരിച്ചുകൊണ്ട് ഹാപ്പി ആയിട്ട് പഠിച്ചവനെ നോക്കി വർത്താനം പറയണം. പഠിച്ചവനെ ഞാൻ ചെയ്തു, എന്നോട് പറഞ്ഞ കാര്യം ഞാൻ അഭിമാനത്തോടെ എനിക്ക് പറയണം, മനസ്സിലായില്ലേ? അപ്പം ഞാൻ വിചാരിച്ചു ഡെഫിനറ്റ്ലി എനിക്ക് പഠിച്ചവൻ പറഞ്ഞു കൊടുക്കാൻ പറ്റുമെങ്കിൽ എന്നെക്കൊണ്ട് പറ്റാവുന്ന രീതിയിൽ ഞാൻ പറഞ്ഞു കൊടുക്കാൻ ഞാൻ തയ്യാറാണ്. അപ്പോൾ ഐ വോണ്ട് ടു സ്റ്റാർട്ട് ഡൂയിങ് ദാറ്റ്. ആൻഡ് ദിസ് ഈസ് ഓൾസോ എ ദാവ. ആൾക്കാർക്ക് ദീനിനെ കുറിച്ചുള്ള അവയർനെസ് ഉണ്ടാക്കി കൊടുക്കാമെന്ന് വെച്ചാൽ നമ്മളെല്ലാവരും ചെയ്യണം അത്. ഓക്കെ, അപ്പോൾ ഐ തോട്ട് ഐ എം ഗോയിങ് ടു ഡൂ ദിസ്. എനിക്കറിയില്ല, എൻ്റെ മനസ്സിൽ ഇപ്പോഴും ഒരു പിക്ചറൊന്നുമില്ല. ഹൗ ഡു ഐ ഗോ അബൌട്ട് ഇറ്റ്, ഹൗ ഡു ഐ സ്റ്റാർട്ട്, ബിക്കോസ് എനിക്കിത് ചെയ്തിട്ട് ശീലമില്ല. ദിസ് ഈസ് മൈ ഫസ്റ്റ് അറ്റംപ്റ്റ് ഇൻ ടീച്ചിങ് ഖുറാൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഞാൻ ഈ വോയിസ് റെക്കോർഡിംഗ് ഇടുന്നത് കുറച്ച് 1-2 കാര്യങ്ങൾ എന്നെക്കുറിച്ച് പറയാനാണ്. ബിക്കോസ് ഇപ്പോൾ ഗ്രൂപ്പ് 1, 2, 3 ഹദീസ് ഗ്രൂപ്പായാലും ഖുറാൻ ഗ്രൂപ്പായാലും 1, 2, 3 ആയി സോ മെനി മെമ്പേഴ്സ് ആർ ഗെറ്റിംഗ് ആഡഡ് അപ്പ്. അപ്പോൾ പലരും ചോദിക്കുന്നുണ്ട് ആരാണ് ക്ലാസ് എടുക്കണേ, ഹൂ ഇസ് എ പേഴ്സൺ, വാട്ട് ഇസ് ഹർ
background and all that. I thought I'll just give you a very small information about me. ഞാൻ ഇസ്ലാമിലേക്ക് വന്നിട്ട് ഇറ്റ്സ് ബീൻ 3 years. ബട്ട് ബിഫോർ ദാറ്റ് കുറേ പേർക്കൊക്കെ, നിങ്ങളൊക്കെ മലയാളികളായതുകൊണ്ട് കുറേ പേർക്കൊക്കെ എന്നെ അറിയായിരിക്കും. ബിക്കോസ് വാക്ക് വിത്ത് സുബൈദ എന്ന് പറഞ്ഞിട്ട് ഏഷ്യാനെറ്റിൽ ഒരു ട്രാവലോഗ് ചെയ്തിരുന്ന ആളാണ് ഞാൻ. ദാറ്റ് വാസ് അറൗണ്ട് 2009 to 2011 ഐ തിങ്ക് ഞാൻ ചെയ്തിരുന്നതാണ്. ഏഷ്യാനെറ്റിൽ വർക്ക് ചെയ്തിരുന്നു. അപ്പോൾ ഒരു ട്രാവലോഗ്, കേരളത്തിൻ്റെ ഒരു ട്രാവലോഗ്, വാക്ക് വിത്ത് സുബൈദ എന്ന് പറഞ്ഞ ഒരു പ്രോഗ്രാം ചെയ്തിരുന്ന സുബൈദ തന്നെയാണ് ഞാൻ. അപ്പോൾ കുറേ പേര് അതിനെക്കുറിച്ച് ചോദിക്കുന്നുണ്ട്, ആ സുബൈദയാണോ ഈ സുബൈദ, ഈ സുബൈദയാണോ ആ സുബൈദ എന്ന്. അപ്പോൾ ആ സുബൈദ തന്നെയാണ് ഈ സുബൈദ എന്ന് പറയാനാണ് ഞാൻ ആക്ച്വലി ഈ വോയിസ് മെസ്സേജ് ഇടുന്നത്. അന്നത്തെ ആ സുബൈദക്ക് ഇസ്ലാമിനെ കുറിച്ച് ഒരു ചുക്കും അറിയില്ലായിരുന്നു. അത്യാവശ്യം വെറുതെ ഒരു എക്സസൈസ് പോലെ കുറച്ച് നിസ്കാരം മാത്രം ചെയ്തിരുന്ന ഒരു ലൈഫായിരുന്നു അത്. അപ്പോൾ ആ സുബൈദയ്ക്ക് ദുബായിൽ വന്നപ്പോൾ ദീനിനെ കുറിച്ച് പഠിക്കാൻ പടച്ചവനൊരു അവസരം തന്നു. അത് മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക എന്നുള്ളൊരു കാര്യം കൊണ്ട് മാത്രമാണ് ഞാൻ ഈ ഗ്രൂപ്പുകൾ രണ്ടും തുടങ്ങിയത്. അപ്പോൾ റിയലൈസ് ചെയ്തതിന് ശേഷം എനിക്ക് മനസ്സിലായി, ഐ ഡോണ്ട് ഹാവ് ഇനഫ് ടൈം, ഐ ഹാവ് ഓൾറെഡി വേസ്റ്റഡ് ഓൾ മൈ ടൈം. അപ്പോൾ എനിക്ക് ഇനി സമയം വേസ്റ്റ് ചെയ്യാണ്ട് എന്തൊക്കെ ഇസ്ലാമിൽ ചെയ്യാൻ പറ്റി, എനിക്ക് പഠിക്കണം, ബാക്കിയുള്ളവർക്ക് പഠിച്ചവൻ്റെ ദീൻ എത്തിച്ചു കൊടുക്കണം. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പഠിച്ചവൻ നമുക്ക് ഓരോരുത്തർക്ക് റെസ്പോൺസിബിലിറ്റി തന്നിട്ടുണ്ട് ദീൻ സ്പ്രെഡ് ചെയ്യണം എന്നുള്ളത്. അപ്പോൾ ഐ തോട്ട് ലെറ്റ് മീ സ്റ്റഡി ഫസ്റ്റ്. അപ്പോൾ അങ്ങനെ വിചാരിച്ചപ്പോൾ എവിടെ നിന്ന് പഠിക്കുമെന്ന് വിചാരിച്ചപ്പോൾ ഐ ഡോണ്ട് വാണ്ടഡ് ടു ഗോ ഡയറക്ട്ലി ടു ഖുറാൻ ട്രാൻസ്ലേഷൻ ഡയറക്ട്ലി പോയി ചെയ്താൽ ജീവിതകാലം മുഴുവൻ ഞാൻ ട്രാൻസ്ലേഷൻ പഠിച്ചുകൊണ്ടിരിക്കേണ്ടി വരും. ബിക്കോസ് എനിക്കൊരാളുടെ ഹെൽപ്പ് എപ്പോഴും വേണ്ടി വരും. ബിക്കോസ് ഐ ഡോണ്ട് നോ അറബിക് ലാംഗ്വേജ്. അപ്പോൾ ഐ ഡിസൈഡഡ് ടു സ്റ്റഡി അറബിക് ലാംഗ്വേജ്. അപ്പോൾ ഞാൻ അറബിക് ലാംഗ്വേജ് പഠിച്ചു തുടങ്ങി. അൽഹംദുലില്ലാ കഴിഞ്ഞ 3 years ആയിട്ട് എനിക്ക് ക്ഷമ എന്ന് പറഞ്ഞൊരു സാധനം തീരെ ഇല്ലാത്ത ആളാണ്. പക്ഷേ എന്നാലും ഞാൻ പിടിച്ചു നിന്ന്, എനിക്ക് ഖുറാനിൽ എന്താണെന്നൊക്കെ അറിയാൻ ഭയങ്കര കൊതിയായിരുന്നു. പക്ഷേ എന്നാലും ഞാൻ വിചാരിച്ചു ഞാൻ അറബി പഠിച്ചിട്ടേ ഖുറാൻ ടച്ച് ചെയ്യുള്ളൂ എന്ന് വിചാരിച്ചിട്ട് ഐ കോൺസെൻട്രേറ്റഡ് ഓൺ അറബിക് ഫസ്റ്റ്. അങ്ങനെ അറബിക്ക് പഠിച്ചു. അൽഹംദുലില്ലാ ഞാൻ സൂപ്പറായിട്ട് പഠിച്ചു എന്ന് ഞാൻ പറയില്ല, പക്ഷേ എന്തൊക്കെയൊക്കെ അറിയാം. ഇപ്പോൾ കുറേയൊക്കെ ഗ്രിപ്പ് കിട്ടുന്നുണ്ട്. അപ്പോൾ അങ്ങനത്തെ ഒരു സ്റ്റേറ്റ് ആയി കഴിഞ്ഞപ്പോൾ അതിൻ്റെ ഒപ്പം ഞാൻ ഒരു മദ്രസയിൽ ചേർന്നു. ഞാനൊരു കോഴ്സ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഹദീസുകൾ ഞാൻ പഠിച്ചു തുടങ്ങിയപ്പോൾ എനിക്ക് മനസ്സിലായി ഇതെൻ്റെ ലൈഫിൽ അപ്ലൈ ചെയ്ത് തുടങ്ങിയപ്പോൾ വേൾഡ് ഓഫ് ഡിഫറൻസ്, ഭയങ്കര ഡിഫറൻസ്. ലൈഫ് ബിക്കെയിം സോ പീസ്ഫുൾ. സുബ്ഹാനല്ലാ, ഐ വാസ് ലൈക്ക് ഞാൻ വാവിളിച്ചിരിക്കുന്നത് എന്തേ സംഭവിക്കണമെന്ന്. അപ്പോൾ അത് കഴിഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചു ഓക്കെ ഇതും ആൾക്കാർക്ക് പറഞ്ഞു കൊടുക്കണം. ബിക്കോസ് ഒരുപാട് പേര് ഇത് അറിയാത്തവരുണ്ട്. അങ്ങനെയാണ് ഞാൻ ഹദീസ് ഗ്രൂപ്പ് ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അതൊരു 10-30 പേരായിട്ട് തുടങ്ങിയ ഒരു ഗ്രൂപ്പാണ്. അപ്പോൾ ഹദീസ് ഞാൻ പഠിച്ചു തുടങ്ങി, അപ്ലൈ ചെയ്തു. അങ്ങനെ വന്നപ്പോൾ ദ ഗ്രൂപ്പ് സ്റ്റാർട്ടഡ് എക്സ്പാൻഡിങ്. ഗ്രൂപ്പ് സ്റ്റാർട്ടഡ് എക്സ്പാൻഡിങ്. അപ്പം ഞാൻ എൻ്റെ അറബിക് പഠിത്തം ഒരുവിധം എല്ലാം കഴിഞ്ഞപ്പോൾ ഞാൻ ഖുറാൻ പഠിച്ചു തുടങ്ങി. അപ്പോൾ ഖുറാൻ പഠിച്ചു തുടങ്ങിയിട്ട് ഐ വുഡ് സേ എക്സാക്ട്ലി മേ ബി 7 to 8 months ആയിട്ടുള്ളൂ. അപ്പം ഞാൻ പഠിച്ചു തുടങ്ങിയപ്പോൾ തന്നെ എനിക്കിൻ്റെ ഇൻഫർമേഷൻ കേട്ടപ്പോൾ എനിക്ക് സമാധാനമില്ലാതെ എനിക്കിത് എല്ലാവർക്കും പറഞ്ഞു കൊടുക്കണം. അപ്പം ഞാൻ വിചാരിച്ചു ഞാൻ മുഴുവൻ പഠിക്കാനൊന്നും ഞാൻ വെയിറ്റ് ചെയ്യുന്നില്ല. വാട്ട് എവർ ഐ സ്റ്റഡി ഐ വിൽ ട്രാൻസ്ഫർ ദ നോളജ്. അങ്ങനെ ഞാൻ വിചാരിച്ചിട്ടാണ് ഞാൻ ഈ ഖുറാൻ ക്ലാസ്സസ് തുടങ്ങിയത്. അപ്പം ഇപ്പം നമ്മൾ ഒരുമിച്ചാണ് ആക്ച്വലി പഠിക്കുന്നത്. മനസ്സിലായി, ഞാൻ പഠിക്കുന്നത് നിങ്ങളെ പഠിപ്പിച്ച് തരിക എന്നുള്ളതാണ് ഞാനിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ദാറ്റ് ഈസ് എ ബേസിക് ബാക്ക്ഗ്രൗണ്ട്. അപ്പോൾ ഇപ്പോൾ 2 ഗ്രൂപ്പ് തുടങ്ങി. 2 ഗ്രൂപ്പും ഇപ്പോൾ മൂന്നാമത്തെ ഗ്രൂപ്പായി. അപ്പോൾ ആക്ച്വലി ഓരോന്നിനും 3 ഗ്രൂപ്പായി. അൽഹംദുലില്ലാ ഞാൻ പടച്ചോൻ്റെ പേരിൽ നെയ്യത്ത് വെച്ചിട്ട് തുടങ്ങിയ ഒരു ഗ്രൂപ്പാണ്. അപ്പോൾ അല്ലാഹ് ഈസ് ടേക്കിംഗ് കെയർ ഓഫ് ഇറ്റ്. ഐ ഡോണ്ട് വറി അബൌട്ട് ഇറ്റ്. അപ്പോൾ ഗ്രൂപ്പ് ഇങ്ങനെ സ്പ്രെഡായി കഴിഞ്ഞപ്പോൾ വാട്ട് ഹാപ്പൻഡ് ഇസ് എനിക്ക് ഹെൽപ്പ് വേണ്ടി വന്നു. അപ്പോൾ അൽഹംദുലില്ലാ പടച്ചോൻ കൃത്യമായിട്ട് എനിക്ക് വേണ്ട സമയത്തൊക്കെ പടച്ചോൻ കാര്യങ്ങൾ ആൾക്കാരെ കൃത്യമായിട്ടുള്ള കറക്റ്റ് ആൾക്കാരെ എൻ്റെ അടുത്ത് കൊണ്ട് എത്തിച്ചേരും. അപ്പോൾ ഇപ്പോൾ അൽഹംദുലില്ലാ 3 അഡ്മിൻസിനെ എനിക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ 3 അഡ്മിൻസും ഞാനും കൂടെയാണ് ഇപ്പോൾ ഈ ഗ്രൂപ്പ് മാനേജ് ചെയ്യുന്നത്. ഇൻഷാ അല്ലാ ഇത് ഗ്രൂപ്പ് സ്പ്രെഡ്സ് എനിക്ക് ഐ മൈറ്റ് നീഡ് മോർ അഡ്മിൻസ്. അപ്പോൾ ഇൻഷാ അല്ലാ നിങ്ങളെല്ലാവരും കൂടെ സഹായിക്കേണ്ടി വരും. ഓക്കെ, അതൊരു റിക്വസ്റ്റാണ്. ഐ വിൽ ലെറ്റ് യു നോ ഇഫ് ഐ നീഡ് ഹെൽപ്പ്. പിന്നെ എൻ്റെ ഈ ഗ്രൂപ്പിൻ്റെ ഫോക്കസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഖുറാൻ ബേസിക്കലി ഒരു വലിയൊരു ഖുറാനിലേക്ക് അടുക്കാൻ പലർക്കും ഭയങ്കര ബ്ലോക്കാണെന്ന് വെച്ചാൽ ലാംഗ്വേജ് പ്രോബ്ലം. പിന്നെ അതിൻ്റെ ട്രാൻസ്ലേഷൻ കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവില്ല, ഇംഗ്ലീഷ് കണ്ടാലും മനസ്സിലാവില്ല, മലയാളം കണ്ടാലും മനസ്സിലാവില്ല. എൻ്റെ പ്രശ്നമാണ് ഞാൻ പറയുന്നത്. അപ്പോൾ ഞാൻ എന്നെ മുൻനിർത്തിയാണ് ഞാൻ എങ്ങനെയാണ് ഖുറാനെ കാണുന്നത്, ഞാൻ എങ്ങനെയാണ് ഹദീസുകളെ കാണുന്നത്, എൻ്റെ ലൈഫിൽ എന്താണ് ഡിഫറൻസ് ഉണ്ടായിരിക്കുന്നത്, അങ്ങനെയാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. എൻ്റെ ലൈഫിൽ ചേഞ്ച് വന്നത് എന്താണ്, അങ്ങനെയാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. എനിക്ക് പറ്റാത്തതൊന്നും ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാറില്ല. അതുകൊണ്ട് തന്നെ ഞാൻ എന്തെങ്കിലും ക്ലാസ് നിങ്ങൾക്ക് എടുത്തിട്ടുണ്ടെങ്കിൽ അത് പറ്റും എന്ന് ഉറപ്പുള്ളതുകൊണ്ട് തന്നെയാണ് ഞാൻ ക്ലാസ് അത് കൺവിൻസിങ് ആയിട്ട് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുള്ളത്. അപ്പോൾ ഇഫ് ഐ ക്യാൻ ചേഞ്ച് ലൈക്ക് ദിസ്, ഞാൻ യാതൊരു ബെല്ലും ബ്രേക്കും ഇല്ലാണ്ട് നടന്ന ആളാണ്. അപ്പോൾ ഇഫ് ഐ ക്യാൻ ചേഞ്ച് ലൈക്ക് ദിസ്, എനി വൺ ഓഫ് യു ക്യാൻ. അതിൽ യാതൊരു ഡൗട്ടും ഇല്ല. അപ്പോൾ ആർക്കെങ്കിലും ഏതെങ്കിലും രീതിയിലുള്ള സപ്പോർട്ടോ ഗൈഡൻസോ എന്തെങ്കിലും വേണമെങ്കിൽ, എനി സോർട്ട് ഓഫ് ഹെൽപ്പ്, പ്ലീസ് ലെറ്റ് മീ നോ.
എൻ്റെ പേഴ്സണൽ നമ്പറും ഞാൻ ഈ ഒരു ഗ്രൂപ്പിൽ പോസ്റ്റ് ചെയ്യാണ്. ഓക്കെ, സോ എനിബഡി ഹു വാണ്ട്സ് ടു ഗെറ്റ് ഇൻ ടച്ച് വിത്ത് മീ ക്യാൻ ഗെറ്റ് ഇൻ ടച്ച് വിത്ത് മീ. പിന്നെ ഒരു റിക്വസ്റ്റ് ഉള്ളതെന്ന് വെച്ചാൽ ഞാൻ സ്കോളറല്ല, അതുകൊണ്ട് ഫിക്കി റൂളിങ്സ്, ഇസ്ലാമിക് റൂളിങ്സും അങ്ങനെ ചെയ്താൽ ഇങ്ങനെയാണ്, ഇങ്ങനെ ചെയ്താൽ ഇങ്ങനത്തെ കാര്യം എൻ്റെ ചോദിക്കുന്നത്. ബിക്കോസ് ഞാൻ പഠിക്കുന്നുണ്ട്, അത് എൻ്റെ കോഴ്സിൻ്റെ സിലബസിൻ്റെ ഭാഗമാണ്. പക്ഷേ എന്നാലും അത് ഷെയർ ചെയ്യുന്നത് ദാറ്റ്സ് നോട്ട് റൈറ്റ്. ബിക്കോസ് ഐ മൈസെൽഫ് ഇസ് ലൈക്ക് ഇറ്റ്സ് സോ മെനി തിങ്സ്. അപ്പോൾ ഓരോ സിറ്റുവേഷൻ വളരെ ചെറുതായിട്ട് അനലൈസ് ചെയ്ത് പിച്ച് ചീന്തി അനലൈസ് ചെയ്തിട്ട് വേണം നമുക്ക് ആ റൂളിംഗ് പറയാനായിട്ട്. അപ്പോൾ അതിന് മാത്രമുള്ളൊരു ക്വാളിഫിക്കേഷനൊന്നും എനിക്കില്ല. അപ്പോൾ അതുകൊണ്ട് ഐ കനോട്ട് ആൻസർ ദാറ്റ് ക്വസ്റ്റ്യൻ. ഐ എം സോറി ഫോർ ദാറ്റ്. പക്ഷേ അല്ലാതെ നിങ്ങളുടെ ലൈഫിൽ എന്തെങ്കിലും കൺഫ്യൂഷൻസോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഹൗ ടു ഗോ അബൌട്ട് ഇറ്റ്, അങ്ങനെ ഉള്ള കൺഫ്യൂഷൻസ് വരികയാണെങ്കിൽ ഐ ക്യാൻ ഓൾവേസ് ഗൈഡ് യു ഇഫ് ഐ ക്യാൻ ഹെൽപ്പ് യു. ഓക്കെ, ഇഫ് ഐ നോ, ദാറ്റ്സ് ഓൾ ഐ ക്യാൻ സേ. ബിക്കോസ് ഇസ്ലാമിന് മുമ്പ് എൻ്റെ ആറ്റിറ്റ്യൂഡ് ഞാൻ ആരെങ്കിലും ഒരാളെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ അവർക്കൊരു ഉപകാരം ചെയ്യുന്നു എന്നായിരുന്നു. പക്ഷേ വൺസ് ഇസ്ലാം കെയിം ഇൻ ടു മൈ ലൈഫ്, മൈ ടോട്ടൽ ഔട്ട്ലുക്ക് ടുവേർഡ്സ് ലൈഫ് ചേഞ്ച്ഡ്. ഇപ്പോൾ ഒരാൾ എൻ്റെ അടുത്ത് ഒരു ഹെൽപ്പ് ചോദിച്ചു കഴിഞ്ഞാൽ എൻ്റെ ആറ്റിറ്റ്യൂഡ് എന്ന് പറഞ്ഞാൽ അല്ലാഹു അക്ബർ, ഐ എം ഗെറ്റിംഗ് ആൻ ഓപ്പർച്യൂണിറ്റി. പഠിച്ചവൻ്റെ അടുത്തേക്ക് അടുക്കാൻ വേണ്ടിയിട്ട് എനിക്ക് പഠിച്ചവനൊരു ഓപ്പർച്യൂണിറ്റി തരാണ്, ചാടി വീണോ സുബൈദ എന്നാണ് എൻ്റെ ആറ്റിറ്റ്യൂഡ്. മനസ്സിലായ? അപ്പോൾ ഐ എം ഓൾവേസ് വില്ലിങ് ടു ഡു വാട്ട് എവർ ഫോർ ദ സേക്ക് ഓഫ് അല്ലാ, ബട്ട് ഓൾവേസ് മൈ നെയ്യ ഇസ് ഫോർ ദ സേക്ക് ഓഫ് അല്ലാ. Because Allah loves it, I am doing it. അപ്പോൾ അവരെ എനിക്കൊരു ഉപകാരം ചെയ്യുന്നതാണ്. സോ ഐ ഗീവ് എ ബിഗ് ഹഗ് ആൻഡ് താങ്ക് യു ടു ദോസ് പീപ്പിൾ. അണ്ടർസ്റ്റാൻഡ്? വി ഷുഡ് ചേഞ്ച് അവർ ഔട്ട്ലുക്ക് ടുവേർഡ്സ് തിങ്സ്. വൺസ് ഇസ്ലാം വരുമ്പോൾ നമ്മളുടെ ചേഞ്ച് ഫസ്റ്റ് വരുന്നത് അതാണ്. നമ്മൾ ബാക്കിയുള്ള ലൈഫിനെ കാണുന്ന ആ ലുക്ക് തന്നെ മാറുകയാണ്. വേറെ ആംഗിളായിരിക്കും നമ്മൾ ഓരോ സിറ്റുവേഷനും അനലൈസ് ചെയ്യുന്നത്. ദാറ്റ്സ് എൻ അമേസിങ് തിങ് അബൌട്ട് ഇസ്ലാം. സുബ്ഹാനല്ലാഹ്, ഇറ്റ്സ് അമേസിങ്. ഇറ്റ്സ് എ ബ്യൂട്ടിഫുൾ റിലിജൻ. ഇറ്റ്സ് എ സിമ്പിൾ റിലിജൻ. വി മേക്ക് ഇറ്റ് കോംപ്ലിക്കേറ്റഡ്. അതാണ്. അപ്പം ഐ വോണ്ട് ടു ക്ലിയർ ദാറ്റ്. ഐ വോണ്ട് പീപ്പിൾ ടു അണ്ടർസ്റ്റാൻഡ് ദറ്റ് ഖുറാൻ ഇസ് സോ സിമ്പിൾ, ഇസ്ലാം ഇസ് സോ സിമ്പിൾ, ആൻഡ് യുവർ ക്യാരക്ടർ ഇസ് വെരി 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 ഇമ്പോർട്ടൻറ്റ് ഇൻ ഇസ്ലാം. ദാറ്റ്സ് എ മേജർ തിങ് ഇൻ ഇസ്ലാം. നമ്മൾ കറക്റ്റായിട്ട് നിസ്കരിക്കുക, നോമ്പ് പിടിക്കുക, ഹജ്ജ് ചെയ്യുക എല്ലാം ചെയ്യും. പക്ഷേ മനുഷ്യനോട് പെരുമാറാനോ സക്കാത്ത് കൊടുക്കുകയോ അത് ഒരാളെ ഹെൽപ്പ് ചെയ്യുകയോ ഒന്നും ചെയ്യില്ല. ഞാൻ വലിയ ദീനാണ്, ഞാൻ വലിയ ഇസ്ലാമാണെന്ന് പറഞ്ഞു, അതല്ല ഇസ്ലാം. ബോത്ത് ഷുഡ് ബി ബാലൻസ്ഡ്. റിച്വൽസ് ഉണ്ടാവണം, അതേപോലെ തന്നെ നമ്മളുടെ മൊറാലിറ്റീസും ആറ്റിറ്റ്യൂഡും ദർ ഷുഡ് ബി ബോത്ത് ഷുഡ് ബി ബാലൻസ്ഡ്. അപ്പോൾ ദാറ്റ് ഈസ് എൻ്റെ ഒന്ന് രണ്ട് ഇൻറ്റൻഷൻസ് ഞാൻ പറഞ്ഞതാണ്. നമ്മളുടെ ക്യാരക്ടർ ആൻഡ് റിച്വൽസ് ആർ ഈക്വലി ഇമ്പോർട്ടൻറ്റ്. അപ്പോൾ ആൾക്കാർക്ക് നമ്മൾ റോൾ മോഡൽസാണ്, നമ്മുടെ ദീൻ്റെ റോൾ മോഡൽസാണ്. നമ്മളെ കണ്ടിട്ട് ആൾക്കാർ ഇസ്ലാമിലേക്ക് വരണം. മനസ്സിലായില്ലേ? ഇഷ്ടം തോന്നണം. നമ്മളുടെ പെരുമാറ്റം കണ്ടിട്ട് സുബ്ഹാനല്ലാഹ്, ദിസ് ഈസ് വാട്ട് എ മുസ്ലിം ഈസ്. We should be the definition of a Muslim. What exactly Allah and Prophet sallallahu alaihi wasallam പറഞ്ഞത് എങ്ങനെയാണെന്ന് വെച്ചാൽ അതിൻ്റെ ഡെഫിനിഷൻ ആയിരിക്കണം നമ്മൾ. അപ്പോൾ അതാണ് എൻ്റെ ഉദ്ദേശം. ആൻഡ് ഐ വോണ്ട് ടു മേക്ക് ദ ഖുറാൻ സിമ്പിൾ. ഇൻഷാല്ലാ വിത്ത് അള്ളാഹ്സ് ഹെൽപ്പ്, ടോട്ടലി അള്ളാഹ്സ് ഹെൽപ്പ്. ഇറ്റ്സ് നത്തിങ് ഫ്രം മൈ സൈഡ്. ദാറ്റ്സ് മൈ പ്ലാൻ. ഇൻഷാല്ലാ. അപ്പോൾ അത്രയാണ് എനിക്ക് പറയാനുള്ളത് കേട്ടോ. അപ്പോൾ ദിസ് ഈസ് ദ സെയിം സുബൈദ. ഓക്കെ, വാക്ക് വിത്ത് സുബൈദ.